ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ വിശാഖപട്ടണത്ത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ വെയിലായിട്ടുണ്ട്. കുറേ ദിവസമായിട്ട് ഫുള്ള് മഴയായിരുന്നു. ഇപ്പോൾ വെയിലായിട്ടുണ്ട്. ഇപ്പോൾ തുണിയൊന്നും ഉണങ്ങാനായിട്ട് വലിയ പാടില്ല. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഏകദേശം ഇതുവരെയായി. പുതിനയില കുറച്ച് നമ്മൾ കൊണ്ടുവന്ന പുതിനയില വട്ടുപോയി നമ്മൾ കുറച്ച് വേറെ നട്ട് കുറച്ചായിട്ടുണ്ട്. പിന്നെ പയർ, നമ്മുടെ നവരയില, പനിക്കൂർക്ക എന്ന് പറയും. പിന്നെ നമ്മുടെ അലോവേര, അതിന് കുറച്ച് കേട് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരെണ്ണം നമ്മളിങ്ങനെ മാറ്റി നട്ട് വെച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ തുളസി. പിന്നെ ഇവിടെ ഒരു മുളകുണ്ടായിരുന്നു, അത് മൊത്തം പോയി. ഇവിടെ ഭയങ്കര പാടാണ് ഇവിടെ പൊടിക്കാനായിട്ട്. പിന്നെ ഇന്നത്തെ ആഹാരം നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ നല്ല മറ്റേ ചെമ്പാവരി പുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതെല്ലാം പണിയും കഴിഞ്ഞു. രസം വെളുക്കാണ്. പിന്നെ നമ്മുടെ പുട്ടിന് നല്ല പയർ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല മീൻകറി, ചോറ്, പാല്. ചായ വെച്ചാനായിട്ട് 2 പേർക്ക് 3 പാലും ചായക്കുമായിട്ട് വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ വിളക്ക് കത്തിച്ചു. എല്ലാ ദിവസവും രാവിലെ കത്തിക്കാറില്ല, പറ്റുന്ന ദിവസമൊക്കെ കത്തിക്കും. പിന്നെ വൈകിട്ട് മിക്കവാറും ഒക്കെ കത്തിക്കാറുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ നല്ല ഭക്തിഗാനം ഇട്ടിങ്ങനെ കേൾക്കുകയാണ്, മനസ്സിനൊരു കുളിർമ. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. മറ്റത് രാവിലെ അങ്ങനെ ഇടാറില്ലായിരുന്നു, എപ്പോഴെങ്കിലും ഒക്കെ ഇടും. അപ്പോൾ ഇന്ന് രാവിലെ ഇട്ടു. മോന് റെഡിയാവാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ കുളിക്കുകയാണ്. അപ്പോൾ കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ മോനെ കയറ്റി കുളിപ്പിക്കും. ഇനിയിപ്പോൾ 2 പേർക്കും ഫുഡ് കൊണ്ടുപോകണം. 2 പേർക്കും ഏകദേശം സെയിം സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത്. പിന്നെ മോന് ചിക്കനും മീനൊന്നും വെക്കാറില്ല. ചേട്ടൻ ചിക്കൻ കൊണ്ടുപോകില്ല, മീൻ ഫ്രൈ ആണെങ്കിൽ കൊണ്ടുപോകും. ഇന്ന് മുട്ട, വെണ്ടയ്ക്ക വിഴുക്ക്, പയറുപ്പേരി, പിന്നെ രസം ഉണ്ടായിരുന്നു. മോന് അതിൽ തന്നെ ഒഴിച്ചു കൊടുക്കും, ചേട്ടൻ അല്ലാതെ കൊണ്ടുപോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത്, മോന് ഇന്ന് മെഗാ PTA മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാ പേരൻസും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. കുട്ടികളുടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പാരൻസിനെ കൊണ്ട് കുറേ ഗെയിമൊക്കെ ചെയ്യിപ്പിച്ചു. നല്ല രസമുണ്ടായിരുന്നു. ഇത് ഹോപ്പ് സ്കോച്ച് ആക്ടിവിറ്റി എന്നാണ് അവർ പറഞ്ഞത്. ഞാനിത് കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്കിൻ്റെ പേര് കറക്റ്റ് അറിയില്ലായിരുന്നു. സമ്മാനമൊക്കെ കൊടുത്തു. ഞാൻ ചേർന്നത് ത്രോബാളിലാണ്. പിന്നെ മ്യൂസിക്കൽ ചെയർ ഉണ്ടായിരുന്നു. അതിന് എൻ്റെ കൂടെ വന്നൊരു കുട്ടിക്കാണ് പ്രൈസ് കിട്ടിയത്. ഞാനും ആ കുട്ടിയും കൂടെയാണ് ഒരുമിച്ച് പോയത്. അപ്പോൾ അവളുടെ മോളും അവിടെ പഠിക്കുന്നുണ്ട്. തെലുങ്കാണ് നമ്മൾ ലാംഗ്വേജ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അവൾക്ക് മലയാളം അറിയില്ല, എനിക്ക് തെലുങ്കും അറിയില്ല. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇംഗ്ലീഷിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അങ്ങനെയൊക്കെയുള്ള കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് നല്ല ഉപകാരപ്പെട്ടു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനായാലും എവിടെയെങ്കിലുമൊക്കെ പോകാനായാലും ഒക്കെ കൂട്ടുണ്ട്. പിന്നെ ഇതായിരുന്നു ത്രോബാൾ. അപ്പോൾ ഞാൻ ഇതിലായിരുന്നു പങ്കെടുത്തത്. എനിക്ക് പ്രൈസ് ഒന്നും കിട്ടിയില്ല. ഇത് ഞാൻ വിചാരിച്ച പോലെ ഈസി ആയിരുന്നില്ല. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ച് നല്ല ഈസിയാണെന്നാണ്, പക്ഷേ കുറച്ച് ടഫായിരുന്നു. അത് നല്ല വീഴാനായിട്ട് നല്ല പാടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ മോർണിംഗ് റൊട്ടീൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ബൈ.